ഹായ് മച്ചാമാരെ, നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈൽ നമ്മൾ പ്ലേ സ്റ്റോർ യൂസ് ചെയ്യാറുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മൾ ചില ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ നിലനിർത്തും, ചിലത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് നമ്മൾ ഡിലീറ്റും ചെയ്യാറുണ്ട്. പക്ഷേ പിന്നീട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകുന്ന സമയത്ത് ആ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാവുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് പിന്നീട് നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുമ്പോൾ ആ ഗെയിം റിലേറ്റഡ് ചെയ്തിട്ടുള്ള ആ ഗെയിമിനോട് സാമ്യമുള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുക. ആ ഒരു പ്രയോറിറ്റി ലഭിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് 1-2 സെറ്റിംഗ്സിലൂടെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. വീഡിയോ മുഴുവനായിട്ട് കാണാം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മളെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. മുകളിൽ നിങ്ങളുടെ ആ ഒരു ID ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. നേരെ താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ പേഴ്സണലൈസേഷൻ ഇൻ പ്ലേ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ലോഡ് ആവാനുള്ള ചെറിയൊരു സമയമെടുക്കും. സമയമെടുത്ത് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതർ പ്ലേ പേഴ്സണലൈസേഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് കൂടി നമുക്ക് അതർ പേജ് ഓണാവും. ഈ ഒരു അതർ പേജിൽ നമ്മൾ നേരെ താഴെ വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും യൂസിങ് 154 ഐറ്റംസ്. അപ്പോൾ ഓരോരുത്തരുടെ ഫോണിലും ആ ഒരു നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കും. അതിൻ്റെ തൊട്ടടുത്ത് ഏകദേശം മാനേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ മാനേജ് എന്നുള്ള ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തൊരു പേജാണ് നമുക്ക് ഓണാവുക. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തതും ഡിലീറ്റും ആയതുമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഏത് ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തുള്ള ആപ്പുകളാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പിന് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്ലൂ ടിക്ക് നമ്മൾ ഓഫ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു ഗെയിം ഉണ്ട്. അപ്പോൾ ഈ ഗെയിം റിലേറ്റ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യും, പ്ലേ സ്റ്റോറിൽ എനിക്ക് വരും. അപ്പോൾ ഈ റിലേറ്റ് ചെയ്തുള്ള ആപ്ലിക്കേഷൻസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, വേണ്ടാത്ത ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ നമ്മൾ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് പ്രയോറിറ്റി ആയിട്ട് വരത്തില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്ലേ സ്റ്റോറിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ അടിപൊളിയായിട്ടൊരു ടിപ്സാണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോമായി വരുന്നത് വരെ ഗുഡ് ബൈ.